ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഫീൽഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ല, ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവാൻ വുക്കോമനോവിച്ച് 2023-24 സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടല്ലോ. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരിടത്തും തന്നെ ജോലി ചെയ്തിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ലോങ്, ഇപ്പം ആസ് എ പ്ലെയർ എന്ന നിലയിലും ആസ് എ കോച്ച് എന്ന നിലയിലും ഒക്കെ ഒരു ലോങ് കരിയറൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണ് അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തത്. എസ്പെഷ്യലി അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് ഫാദർ ക്യാൻസർ സർവൈവ് ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം ആ സമയത്ത് അദ്ദേഹം ഫാമിലിയോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത്. എന്താണെങ്കിലും ഈ സീസണിൽ തന്നെ പല ക്ലബ്ബുകളും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിരുന്നു, ISL ക്ലബ്ബൊക്കെ അടക്കം. അദ്ദേഹം തുറന്നു പറഞ്ഞൊരു പേരെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളൊക്കെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിരുന്ന പല പ്ലേയേഴ്സിനെയും ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് അപ്രോച്ചൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണൽ റീസൺ കാരണമാണ് അദ്ദേഹം ഒരു ഡിസിഷനിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകാനത് എന്നുള്ളതാണ്. ഉടനെ തന്നെ അദ്ദേഹം, അതായത് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും ഒരു ജോലി പുനരാരംഭിക്കും. ആസ് എ കോച്ച് എന്ന നിലയിൽ നമുക്ക് ഇവാൻ വുക്കോമനോവിച്ചിനെ വീണ്ടും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഏത് ക്ലബിലാണ് എന്നുള്ളത് അറിയത്തില്ല. അദ്ദേഹം ISLലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. അതുപോലെ വാക്കൗട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചോദിച്ച സമയത്ത് നമുക്കറിയാം, വളരെ വിവാദപരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ആ പ്ലേ ഓഫ് സിറ്റുവേഷനിൽ ബംഗളൂരു FCക്കെതിരെ ഇവാൻ വുക്കോമനോവിച്ച് വാക്കൗട്ട് ചെയ്തത്. അതിനുശേഷം ക്ലബിനും അദ്ദേഹത്തിനും പിഴയൊക്കെ കിട്ടിയിരുന്നു. അതുപോലെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം അദ്ദേഹം ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ സംഭവിച്ചതല്ല എന്നുള്ള കാര്യവും, ഇപ്പോഴാണ് അത് സംഭവിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് വലിയ ചേഞ്ചസ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് പറയുന്നതാണല്ലോ, യങ് പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലൂടെ ഉയർന്നു വരും എന്നുള്ളൊരു സാഹചര്യം. അപ്പം ഈ ഒരു പദ്ധതി ഏറ്റവും വൃത്തിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു പരിശീലകനായിരുന്നു ഇവാൻ വുക്കോമനോവിച്ച്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സിനെ കളിപ്പിച്ച്. ആ ഒരു മാനേജിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ആയിരുന്നു. അതുമല്ല, അത് വെച്ചിട്ട് റിസൾട്ടും പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. KBFC ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരുകൾ തന്നെയാണത്. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അത് ഈ സീസണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അതായത് വരാൻ പോകുന്ന സീസണുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ നിലവിലിപ്പം ടോക്സോ കാര്യങ്ങളൊന്നും KBFC ആയി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളും ഉണ്ട്, ബ്ലാസ്റ്റേഴ്സ് ടോക്സ് ഇവാനുമായിട്ടൊക്കെ നടത്തുന്നു എന്നുള്ളത്. അപ്പം അതൊന്നും ശരിയല്ല എന്നുള്ള തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഭാവിയിൽ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, അത് നമുക്ക് നോക്കിക്കാണാമെന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അദ്ദേഹത്തിന് ചില ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെയൊക്കെ ടീമിൽ എത്തിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലബിൻ്റെ ബഡ്ജറ്റുമായിട്ടൊന്നും ഒത്തുപോകാത്തത് കൊണ്ട് അവരെ ഒന്നും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അദ്ദേഹം ഈ ഒരു കാര്യം വളരെ പൊളൈറ്റായിട്ടും ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വേറെ തരത്തിലൊക്കെ സംസാരിക്കാമല്ലോ. ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു KBFCയെ സംബന്ധിച്ചിടത്തോളം. അതിപ്പം പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, മുമ്പേ തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ട് ഗില്ലും സഹലും ജീക്സനും അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളൊക്കെ അടക്കം, അല്ലെങ്കിൽ വിദേശ താരങ്ങളെയൊക്കെ അടക്കം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പം ക്ലബിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരുന്നൊരു നറേറ്റീവാണ്, അവർക്ക് ക്ലബിൽ നിൽക്കാൻ താല്പര്യമില്ല, എന്തുകൊണ്ട് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോ അതിന് ഒരു ഉത്തരം ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന മുൻ പരിശീലകൻ തന്നെ പറയാതെ പറയുകയാണ് എന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് കൂടി മനസ്സിലാക്കാം. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും സംസാരിക്കണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ അദ്ദേഹം സാധാരണഗതിയിൽ പറയുന്ന, അദ്ദേഹത്തിന് എത്രത്തോളം ക്ലോസ് ടു ഹാർട്ടാണ് കേരളവും അല്ലെങ്കിൽ കേരളത്തിലെ ആരാധകരും എന്നൊക്കെയുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിത് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പം എന്താണ് നിങ്ങളുടെ ഈ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സനിയ.